പ്രാർത്ഥനയുടെ ശൈലി മാറണം കേട്ടോ. ആത്മീയ പക്വതയിലേക്ക് വളരണം. ക്രിസ്തുവിൻ്റെ തലയോളം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ താൻ പറയുക, ഞാൻ അതുകൊണ്ട് ഈ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ശൂലം അവിടെ ഇരുന്നോട്ട് അതിൻ്റെ മൊനയെ ഒടിക്കാൻ, അതിനെ തകർക്കാൻ ചിലരോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. അപ്രശ്നത്തെ തകർക്കുന്നു. നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന ചില നാവുകളെ തകർക്കുന്ന ഒരഭിഷേകം നിൻ്റെ മേലേക്ക് ദൈവം ഇടുകയാണ്. അത് നിൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. തകർക്കാൻ, ചിലതിനെ ജയിച്ച് മുന്നേറാനുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പവർ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി അടുത്ത സദജോജനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ when I am weak then I am strong. ഞാൻ ബലഹീനായ. അപ്പം അതുകൊണ്ട് താൻ വെൽക്കം ചെയ്യുക, ശത്രുവിനെ വെൽക്കം ചെയ്യുക. കയ്യേറ്റ്, ഉപദ്രവവും, ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, സാത്താൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുത്താൻ വന്ന ശൂലം കൊണ്ടുവന്ന സാത്താൻ ലജ്ജിക്കുകയാണ്. അവൻ എത്ര കുത്തിയിട്ടും പൗലോസ് മൈൻഡ് ചെയ്യുന്നില്ല. ആ കൃപ ഇറങ്ങി അവൻ്റെ ശൂലത്തിൻ്റെ ദൈവം ചില മണ്ഡലങ്ങളിൽ ഞാൻ വിളിച്ചു പറയാം. ചിലത് ദൈവം മാറ്റത്തില്ല, ചിലത് കർത്താവോടെ ഇരുന്നോളാം പറഞ്ഞാൽ അതിനെ ജയിക്കുന്ന ഒരു കൃപ നിൻ്റെ മേലിട്ടിട്ടായിരിക്കും ദൈവം സഹിക്കാൻ പറയുന്നത്. എന്ന് കണ്ട് പലരും തെറ്റിദ്ധരിക്കും. ക്യാൻസർ ദൈവം തന്നതാ, അത് തന്ന, ഇത് തന്ന, രോഗം തന്ന, ശൂലം തന്ന, അങ്ങനൊന്നും ഈ പറയല്ല. അത് അദ്ദേഹത്തിൻ്റെ കാരണങ്ങളോടെ പറയുന്നുണ്ട്. താന് മൂന്നാം സ്വർഗത്തോളം വന്ന് മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാ ഞരക്കങ്ങളാൽ താൻ കേട്ടതും ഒരു മനുഷ്യനും വിവരിക്കാൻ കഴിയാത്തതുമായ ദൈവസാന്നിധ്യം, ദൈവശക്തി, ദൈവരാജ്യത്തിൻ്റെ പവർ താൻ അനുഭവിക്കുമ്പോഴാണ് താൻ പറയുന്നത്, ആമേൻ, അത് നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം എനിക്കറിയത്തില്ല. അല്ലാതെ ദൈവം തന്നു, ദൈവം എടുത്തു ആ ഒരു തലമല്ല. സാത്താൻ്റെ ആണെങ്കിൽ നിങ്ങളതിനെ എതിർക്കണം. ആമേൻ. ദൈവം നന്മയാൽ ഉയരത്തിലെ നല്ല നല്ല ദാനങ്ങളും തികഞ്ഞ വരവും, ദൈവമേ തികഞ്ഞ വരങ്ങളും അവൻ ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിന്. പത്രോസിൻ്റെ ജീവിതത്തിൽ ശൂലം എന്നവിടെ പറയുന്നില്ല, യാക്കോവിൻ്റെ ജീവിതത്തിൽ ശൂലം പറയുന്നില്ല. വ്യത്യസ്തമായ ക്രൂശുകളുണ്ടായിരുന്നു. കർത്താവ് വരുന്നൊരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശെടുത്ത് കർത്താവിന് വേണ്ടി വരുമ്പോൾ ലോകം എനിക്കൊരു ക്രൂശ് തരും. നിന്നെ അംഗീകരിക്കത്തില്ല, എന്നെ പകച്ചെങ്കിൽ നിങ്ങളെ പകയ്ക്കും. ഹല്ലേലൂയ. എനിക്ക് മുൾക്കിരീടമാ തന്നെങ്കിൽ അതെ, എന്നെ മാനിച്ചാൽ നിങ്ങളെ മാനിക്കും. വലിയ മാന്യതയൊന്നും കർത്താവിനോട് കിട്ടിയില്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു കൊടുത്തതെല്ലാം പീഡനങ്ങളായിരുന്നു, ക്രൂശായിരുന്നു കൊടുത്തത്. അതുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ടാണ് അനുഗമിക്കാൻ പറ്റും. പക്ഷെ അവിടെയെല്ലാം ഒരു സമാധാനമുണ്ട് കേട്ടോ, ഒരു സന്തോഷമുണ്ട്. ഇവിടെയും നമുക്ക് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ കഴിയും, പരിശുദ്ധമായി സന്തോഷിക്കാൻ കഴിയും, ജയകരമായ ജീവിതം ജീവിക്കാൻ കഴിയും. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റ, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ ശക്തനാണ്. ഞാൻ നിർത്താൻ പോവുകയാണത്. നന്ദിയോടെ സ്തുതിക്കുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയങ്ങളിരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ എനിക്ക് അറിയേണ്ടതുകൊണ്ട് കർത്താവേ നീ എനിക്കൊരു ശൂലം താണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. പണ്ട് എനിക്കൊരു സഹോദരനെ അറിയാമായിരുന്നു. ഈ വചനം പുള്ളി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കി. അദ്ദേഹം വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ എന്തോ നിനക്ക് തരേണ്ടത്, എനിക്ക് എന്തെങ്കിലും താ കർത്താവേ. പുള്ളി ചോദിച്ച നെഗറ്റീവായിട്ട് ചോദിച്ചു, എന്തെങ്കിലും രോഗം താ, എന്തെങ്കിലും താ, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ, എനിക്ക് എന്തൊരു ശൂലം വേണം. പക്ഷെ ദൈവത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെ കൊടുക്കാനില്ല. പൗലോസിനെ പ്രത്യേക ഒരു പർപ്പസിലായിരുന്നു അങ്ങനെ അനുവദിച്ച്. ഈ മനുഷ്യൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം എന്നോട് വലിയൊരു പാരമ്പര്യം, ചർച്ചിൽ പോകുന്ന ഒരാളായിരുന്നു, വളരെ വലിയ പാരമ്പര്യം. ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു മേടിച്ചു. അദ്ദേഹം വേറൊരു വലിയ പ്രത്യേക ഒരു കൺഷന് പോകുമ്പോൾ പെട്ടെന്ന് നെഞ്ചിന് പ്രയാസം വന്നു, അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന് ആ ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന ആ ബെഡിൽ ഞാൻ ചെന്ന്, നമുക്കറിയാവുന്നൊരു വ്യക്തിയാവുണ്ട് ഞാൻ, അദ്ദേഹത്തിന് വേണ്ടി അവിടെ ചെല്ലുന്ന സ്ഥലം അദ്ദേഹം പറഞ്ഞാണ്, പാസ്റ്ററെ ഞാൻ ദൈവത്തോട് ചോദിച്ചു മേടിച്ചാണ്. ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറയാം, ഇത് ഒരു കാരണവശാലും ശൂലത്തെ ഇന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പലരും അതല്ല പറയുന്നതിനർത്ഥം. ദൈവം അങ്ങനെ പ്രത്യേക ഒരു പർപ്പസിൽ പൗലോസിന് കൊടുത്തെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഒരു കയ്പിൻ്റെ മാറയുണ്ടെങ്കിൽ അവിടെ ഒരു വൃക്ഷമുണ്ട്. ഒരു ചെങ്കടലുണ്ടെങ്കിൽ അവിടെ കൈ നീട്ടുന്ന ഒരു മോശയുണ്ട്.
ഒരു എരിഹോ മതിലുണ്ടെങ്കിൽ ആരാധിക്കുന്ന ഒരു വൃന്ദമുണ്ട് ദൈവത്തിന്. ദൈവം എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു പാപമുണ്ടെങ്കിൽ അതിന് കൃപയുണ്ട്. തകർക്കുന്ന സാത്താനുണ്ടെങ്കിൽ അവൻ്റെ തലയെ ചവിട്ടുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ മറന്നുപോകും. ജയിച്ചവൻ കൂടെയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. അതുപോലെ എനിക്ക് വേറൊരു വ്യക്തി അറിയാം. ഒരു ക്യാൻസർ വന്നൊരു വ്യക്തി മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കണ്ട് പച്ച വാഴത്തൊണ്ട് പോലും കിടക്കുക, മരിച്ചു. അതിന് ഫ്യൂണറിന് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ബ്രദർ പറഞ്ഞ അങ്ങനെയാണ്. ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ അജ്ഞതയാണ് പിശാച് ചെയ്തതെന്ന്. കുഞ്ഞെ നല്ലതല്ലാതെ മോഷ്ടിപ്പാൻ, റബ്ബാൻ, മുടിപ്പാൻ വരുമ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് സംഭവിക്കാം. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരിക്കലും ദൈവം ഉയരത്തിൽ നല്ല നല്ല ദാനവും നല്ലത് മാത്രമേ അവന് നന്മ മാത്രം. എന്നാൽ ചില പ്രത്യേക പർപ്പസിൽ പ്രത്യേക ശുശ്രൂഷയുമായി അവൻ്റെ വചനത്തിന് അവൻ്റെ നിങ്ങളുടെ വിളിയും കോളിങ്, അക്കോർഡിംഗ് ടു യുവർ കോളിങ്, നിങ്ങളുടെ കോളിങ് അനുസരിച്ച് ചില വണ്ടരങ്ങളിലൂടെ നിങ്ങളെ കരുത്തരാക്കാനായിട്ട് ദൈവം കൊണ്ടുപോകും. നിങ്ങളെ താർക്കാനല്ല. അന്നേരം നിങ്ങൾ കൃപയുടെ രഹസ്യം മനസ്സിലാകും. ഈ ക്രൂസൈഡുകൾ നിങ്ങൾ നടത്തുമ്പോൾ 12ാമത്തെ ക്രൂസൈഡിലേക്ക് വരിക. ജാനുവരി മുതൽ 11 പല ഗ്രാമങ്ങളിൽ വലിയ വെല്ലുവിളി ചലഞ്ചുകളുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ദൈവം നടത്തി. അതൊക്കെ ദൈവം അനുവദിച്ചത് കരുത്തരാക്കാൻ വേണ്ടിയാണ്. അതായത് കാലാടുകളുടെ നീ ഓടി നടന്ന് ക്ഷണിച്ചു പോയാൽ കുതിരകളുടെ നീ എങ്ങനെ ഓടി ജയിക്കും? സമാധാന ദേശത്ത് നീ നിർഭയമായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ദൈവം പഠിപ്പിക്കുന്നു നമ്മളെ. സംഘടന കാണുന്ന ദാവീദ് പറഞ്ഞു, യുദ്ധത്തിന് കൈകളെ പോരിന് വിരലുകളെ അഭ്യസിപ്പിക്കുന്നു. അത് ദൈവം ചെയ്യും. പക്ഷെ ശൂലം ചോദിക്കല്ലേ. പക്ഷെ ശൂലമാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടോ ദൂത് തരാം, സന്ദേശം തരാം. എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ, സാത്താൻ എന്നുള്ളതാണെങ്കിൽ അതിനെ എതിർത്ത് കളഞ്ഞേക്കണം. ഇനിയും ദൈവം അനുവദിച്ച കാര്യങ്ങളാണെങ്കിൽ പ്രത്യേക ഒരു വെളി നിങ്ങളുടെ മേലുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് തകർന്നവിടെ അവിടെ ഒരിടത്ത് പോലും പൗലോസ് പ്രതികൂലം കൊണ്ടോ ശൂലം കൊണ്ടോ ലോകത്തിൽ നിന്ന് പാറാൻ പറഞ്ഞല്ലോ. എനിക്ക് ദൈവം ഒരു ശൂലം തന്നിരിക്കുന്ന അതുകൊണ്ട് കർത്താവേ എൻ്റെ ജീവനെ എടുത്തോണേ. പഴയ നിയമത്തിലെല്ലാം പറഞ്ഞു. ഏലിയാവ് പറഞ്ഞു, പിതാക്കന്മാരെക്കാൾ നല്ലത്. പുതിയ നിയമത്തിലെ അഭിഷേകം അങ്ങനെയൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. പഴയ നിയമത്തിൽ ഭയമുണ്ട്, ദാസ്യത്തിൻ്റെ ആത്മാവുണ്ട്, ഭയത്തിൻ്റെ ആത്മാവുണ്ട്. പുതിയ നിയമത്തിൽ ദാസ്യത്തിൻ്റെ അല്ല, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു സുപുത്രൻ്റെ ആത്മക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നീ ഞങ്ങളെ കേൾപ്പിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. 1 മണിക്കൂറോളം ഈ വചനം പ്രസംഗിക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ ജനങ്ങളുടെ മേലേക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ വിട്ടുമാറാത്ത കുഞ്ഞ്, നീ എത്ര വർഷങ്ങളായിട്ട് നീ പ്രാർത്ഥിച്ചിട്ടും നീ ദൈവകൃപയിൽ നീ നിൽക്കുന്നെങ്കിൽ നിനക്ക് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള കൃപയും അഭിഷേകമുണ്ട്. എന്നാൽ ചിലത് നിന്നെ മാറുന്നില്ല എന്ന് ചിന്തിച്ചോ. ദൈവം അനുവദിക്കുന്ന ചിലതുണ്ട്. അതിനെ തകർത്ത് കളയാനല്ല നീ ഭാരപ്പെടാൻ. ജയിക്കാൻ, ശത്രുവിനെ ജയിക്കാൻ, പിശാചിനെ ജയിക്കാൻ ആ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, പ്രത്യേക ചില വിഷയത്തിൽ ഭാരപ്പെടുന്നവരുടെ മേൽ അത് സഹിക്കാനുള്ള ശക്തി അല്ല, അത് മാറാനാണേ മാറിപ്പോകട്ടെ. പിശാചി എന്നുള്ളത് മാറട്ടെ. നീതിമാന്റെ അവകാശങ്ങളിൽ നിന്ന് ദുഷ്ടന്റെ ചെങ്കോൽ അഴിഞ്ഞു മാറട്ടെ. നീതിമാന്റെ അവകാശങ്ങളിൽ നിന്ന് ദുഷ്ടന്റെ ചെങ്കോൽ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ scepter of wicked shall not be rule over the land of righteous which allowed to the righteous. നീതിമാൻ അനുവദിച്ചിട്ടുള്ളത് അതിലേക്ക് ശത്രുവിൻ്റെ കരങ്ങൾ കടക്കല്ല്, അവൻ്റെ അശുദ്ധ കരങ്ങൾ കടക്കല്ല്. മാറിപ്പോകട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോട്ടെ. കടഭാരങ്ങൾ അവരെ വിട്ട് മാറട്ടെ. പാപശക്തികൾ അവരെ വിട്ട് മാറട്ടെ. ജീവൻ അവരിലേക്ക് ഇറങ്ങട്ടെ. വചനം കേൾക്കുന്നവരുടെ മേൽ ജീവൻ, അതിവേഗം ഓടുന്ന വചനം. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. ആ വചനം അധികാരത്തോടെ തന്നെ മക്കളുടെ മേൽ ജീവനായി, ചൈതന്യമായി, വിട്ടുതലായി, സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി, നിറവായി ചലിക്കട്ടെ. കരങ്ങൾ അടിച്ച്, കരങ്ങൾ വായി തുറന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ആ കൃപ വെളിപ്പെട്ട് വരട്ടെ. ആ കൃപ വെളിപ്പെട്ട് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ. ജീവൻ ചലിക്കട്ടെ. ദൈവകൃപ ഈ ജനങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശുവിന്റെ സ്നേഹം അവരെ തൊടട്ടെ. പരാജയങ്ങൾ അവരെ വിട്ട് മാറട്ടെ. പൗലോസ് പറഞ്ഞ പോലെ അവർ പറയട്ടെ, അതേ ബലഹീനതയും കയ്യേറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നു. ചിലത് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ആ പ്രതികൂലങ്ങൾ ഞാൻ മാറുകയല്ല. കാരണം എന്തിനാണെന്നറിയോ? കൃപയൊന്ന് വെളിപ്പെടാൻ, ആ സമാധാനം ഒന്ന് വെളിപ്പെടാൻ, ആ ശക്തി ഒന്ന് വെളിപ്പെടാൻ, ആ നിറവൊന്ന് വെളിപ്പെടാൻ, ആ ദൈവമഹത്വം ഒന്ന് കാണാൻ. ആ പരാജയങ്ങളുടെ നടുവിലാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ പ്രതിസന്ധിയുടെ നടുവിൽ എത്ര പേർ കാമുനിപ്പിക്കാൻ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കൃപ, ആ നിറവ് തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സമാധാനം നിങ്ങളുടെ മേലേക്ക് വരുന്നു. ആ ഭാരം നിങ്ങളെ വിട്ട് മാറുന്നു. ആ ഇരുളിൻ്റെ വ്യാപാരം നിങ്ങളെ വിട്ട് മാറുന്നു. സ്നേഹം നിങ്ങളിലേക്ക് ഇറങ്ങുന്നു. ഉച്ചമുരുള്ളം കാലം വരെ ദൈവശക്തി നിങ്ങളുടെ മേൽ കരണ്ടടിക്കുന്ന പോലെ ഒരു അഭിഷേകം തന്നെ ജനത.
ഓരോ കിടക്കുകൾ ഞങ്ങളെ കാണുന്നു, ഓരോ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് കാണുന്നു. നാളെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. ആരോ എന്നോട് ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ഇത് പാസ്റ്റർ ഞാൻ ആ ഒരു വിഷയം ദൈവം ഞാൻ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചു, ദൈവം അതിനൊരു മറുപടി ഞാൻ കണ്ടില്ല, ഞാൻ ഭൂമി കാണത്തില്ല, ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ചില നെഗറ്റീവ് ഡിസിഷൻ എടുത്തവർ, നീ അതിലേക്ക് പോകണ്ട. ദൈവം അത് മറുപടി തന്നാലും തന്നില്ലേലും നീ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. കാരണം ദൈവം അത് ഏറ്റെടുത്തിരിക്കുക. നിൻ്റെ സമയത്തല്ല അത് വെളിപ്പെടുന്നേ, ദൈവത്തിൻ്റെ സമയത്ത്. നിൻ്റെ ടൈമിലല്ല, ദൈവത്തിൻ്റെ സമയത്താണ്. കർത്താവിൻ്റെ സമയത്ത് അത് വെളിപ്പെടും. നിൻ്റെ സമയത്തല്ല, നീ ചിന്തിക്കുന്ന പോലെയല്ല, നീ വിചാരപ്പെടുന്ന സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത്. അതിന് നീ പരാജയം, നീ അത് ചിന്തിക്കല്ലേ. ദൈവത്തിൻ്റെ സമയത്ത് നീ അത്ഭുതം കാണും. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ യേശുവിൻ്റെ സ്നേഹം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അകത്തെ മനുഷ്യനെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചല്ലോ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക്, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. സ്വന്തം കർത്താവിൻ്റെ ഇഷ്ടമായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, എൻ്റെ പാപജീവിതത്തിൽ തന്നെ വിടുവിക്കണമേ. കുഞ്ഞെ, നീ ആ ഒരു നിയന്ത്രണത്തിലേക്ക് നീ വരുമ്പോൾ, നിനക്കൊരു ഉടയവനുണ്ടെന്ന് പറയുമ്പോൾ, നീ ആ രക്ഷ ഏറ്റെടുക്കുമ്പോൾ, യേശു ക്രിസ്തുവിലുള്ള ജീവൻ വരുമ്പോൾ, മരണം മാറുകയാണ്, ന്യായവിധി മാറുകയാണ്. നിത്യമായി കോടാനുകൂടി വർഷം, 1000 years you can live with him. നിനക്ക് അവനോട് ജീവിക്കാൻ കഴിയും. ഫോർ എവർ. നമ്മളെപ്പോഴും കർത്താവിനൂടെ. ഇവിടെ തീരുന്നില്ല, ഈ ലോകം കൊണ്ട് തീരുന്നില്ല, അവസാനിക്കുന്നില്ല. നിത്യമായത് ഇവിടുത്തെ നേട്ടങ്ങളെല്ലാം ഇവിടെ തീരും. ഇവിടെ വാടുന്ന കിരീടങ്ങളാണ്. ഇവിടെ ലഭിക്കുന്ന പ്രശസ്തിയും എല്ലാം മാറുകയാണ്. എല്ലാം തീർന്നു പോകുന്നൊരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുമ്പോൾ, നിത്യമായ ലോകം. അതിന് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രോഗികളുണ്ടെങ്കിൽ ആ ഭാഗത്ത് കരം വെച്ചാട്ട്. യേശുവിൻ്റെ അടിപ്പണരാലുള്ള സൗഖ്യം, യേശുവിൻ്റെ അടിപ്പണരാലുള്ള ജീവൻ തൻ്റെ കുഞ്ഞുങ്ങളിൽ, യേശുവിൻ്റെ അടിപ്പണരാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി തൻ്റെ മകൾ, അടിപ്പണരുടെ സാക്ഷി. ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പണ സൗഖ്യം. ബാധകൾ ഒഴിഞ്ഞു മാറട്ടെ. വിട്ടുമാറാത്ത മുറിവുകൾ, ആ ഉണങ്ങാത്ത മുറിവുകൾ സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ആ വ്യാധി അവരെ വിട്ട് മാറട്ടെ. ആ അലർജി സ്പിരിറ്റ് അവരെ വിട്ട് മാറട്ടെ. ശത്രുവിൻ്റെ ആ ശരീരത്തിൽ കെട്ടിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറിപ്പോട്ടെ. ജീവൻ അവരിലേക്ക് വരട്ടെ. അന്ധതയുടെ ആത്മാവ്, കണ്ണിന് പെട്ടെന്ന് കാഴ്ച കുറയ്ക്കുന്ന ആ ദുഷ്ടൻ്റെ അവകാശ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് മാറിപ്പോകട്ടെ. അന്ധതയുടെ സ്പിരിറ്റ് ഓഫ് ബ്ലൈൻഡ്നെസ് വി കമാൻഡ് ലീവ് ദം. അവർ ശരീരങ്ങൾ ഫ്രീ ഔട്ട്. ആ കഴുത്തിൽ നിന്ന് നുകം പൊട്ടി മാറട്ടെ. ആ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്ന് ആ പൈശാചിൻ്റെ നുകങ്ങൾ പൊട്ടി മാറട്ടെ. ആ കഴുത്തിൽ നിന്ന് നുകം മാറട്ടെ. തോളിൽ നിന്ന് ചുമടവരെ വിട്ട് മാറട്ടെ. അവർ സൗഖ്യമായിരിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ. എന്ന് 5 മണിക്കുള്ള മീറ്റിംഗ് വാച്ച് കാണുക. മാസങ്ങൾ നടന്ന ക്രൂസൈഡ് കാണുക. ആമേൻ. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി ആർക്കെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സ്വർഗ്ഗത്തിലെ ദൈവം ഇനി കാണും വരെ അവൻ്റെ ചിറകടിയിൽ നിങ്ങളെ മറക്കട്ടെ. ആമേൻ.